ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന പ്രഗ്നൻസി റിവീൽ വീഡിയോ കണ്ടിട്ട് ഒരുപാട് നല്ല നല്ല കമൻസും അതുപോലെ മെസ്സേജസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദി കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു പ്രോപ്പർ ഒരു മോർണിംഗ് റൂട്ടീൻ എന്ന് പറയാനായിട്ടില്ല. ഓരോ ദിവസം ഓരോ പോലെയാണ് കേട്ടോ എൻ്റെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്കും ഇതിന് നല്ലൊരു ജിഞ്ചർ ടീ ഒക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിഞ്ചർ ടീ കുടിക്കുമ്പോഴത്തേക്കും ആ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടല്ലോ രാവിലത്തെ, അത് കുറച്ച് മാറി കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മാക്സിമം പഞ്ചസാര, ഉപ്പ് ഇതിൻ്റെ ഉപയോഗമൊക്കെ കുറച്ചിട്ടുണ്ട്. അത് മാക്സിമം കുറയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ കുറച്ചു. പിന്നെ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ തലേന്ന് ബദാം സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതും അതുപോലെ വാൽനട്ടും കൂടെ ഞാൻ കഴിക്കും കേട്ടോ. ഇത് മൊത്തം എനിക്ക് കഴിക്കാനല്ല, ബദാം ദിനവും അമ്മയും ഞാനും കൂടെയാണ് കഴിക്കാറ്. പക്ഷേ രാവിലെ ആയപ്പോഴത്തേക്കും അമ്മയ്ക്ക് നല്ല പനിയും ജലദോഷവും ഒക്കെ. അപ്പോൾ അമ്മയോട് ഞങ്ങൾ എഴുന്നേക്കണ്ട, കിടന്നു റെസ്റ്റ് എടുക്കുക, നല്ല നന്നായിട്ട് കുറയത്തുള്ളൂ, അപ്പോൾ അതുകൊണ്ട് എണീക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ കിടത്തിയേക്കാണ്. അപ്പോൾ ചായ വെച്ച കൂട്ടത്തിൽ അമ്മയ്ക്ക് റൂമിലേക്ക് ചായ കൊണ്ട് കൊടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ച് ബദാമും വാൽനട്ടും ഒക്കെ കഴിച്ചു. അന്നേരത്തിനും ഇതാ പാത്തും എഴുന്നേറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബദാം ഉണ്ടല്ലോ സോക്ക് ചെയ്തിട്ട് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ്. ചിലർ വെറുതെ രാവിലെ ഇത് സോക്ക് ചെയ്യാതെ എടുത്ത് കഴിക്കുന്ന കാണാറുണ്ട്. പക്ഷേങ്കിൽ നമ്മളിത് സോക്ക് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ നമുക്ക് ഗുണം കിട്ടുക കേട്ടോ. അപ്പോൾ ഇതാ പാത്തും അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് വീണ്ടും അവളുടെ സെറ്റിയെ വന്നുള്ള ഉറക്കത്തിന് വേണ്ടിയിട്ട് പുതപ്പൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അവൾ അവിടെ വന്ന് കിടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ സ്കൂളുള്ള ദിവസമാണെങ്കിൽ രാവിലെ വിളിച്ച് നമ്മൾ മടുക്കും, എന്ത് ചെയ്താൽ എഴുന്നേക്കത്തില്ല. അവധി ദിവസം ആയതുകൊണ്ട് ഇന്ന് നേരത്തെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വലിയ പണിയൊന്നുമില്ല. അതിനു വേണ്ടിയിട്ട് ഓംലെറ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സാമ്പാർ ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ, നല്ല സാമ്പാർ തലേന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, സാമ്പാർ കൂട്ടിരിപ്പുണ്ട്. പിന്നെ പാക്കറ്റ് പൊറോട്ട, അതിനൊന്ന് സാമ്പാർ ഉണ്ടെങ്കിൽ പൊറോട്ട കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പാക്കറ്റ് പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും പാത്തും അമ്മയും കഴിക്കത്തില്ല കേട്ടോ. ഞങ്ങൾ ദോശ ഇട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് മാവ് ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ അങ്ങനെ ദോശമാവുള്ളത് കൊണ്ട് ഞങ്ങൾക്കതും ഇതിനൊന്ന് പാക്കറ്റ് പൊറോട്ട എടുത്തിട്ട് അതും കൂടെ ഒന്ന് ചുട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഒരെണ്ണം മതി, കൂടുതലൊരു ഓംലെറ്റും കൂടെ ഉണ്ടാക്കുകയാണ് കേട്ടോ കഴിച്ചിട്ട് പോകാനായിട്ട്. ഇപ്പോൾ പിന്നെ ചോറ് കൊണ്ടുപോകുന്നില്ല, ഇതിന് ഓഫീസൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചോറ് കൊണ്ടുപോയി തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പം ചോറ് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴത്തേക്കും കുറച്ചും കൂടെ തിരക്കും കാര്യങ്ങളും ആകും. ഇപ്പം പിന്നെ ദിനുവിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് വിട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതാ ദിനുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്, അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ദിനു ഓഫീസിൽ പോകാനായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ 7:45 കഴിയുമ്പോഴത്തേക്കും 8 മണിക്കുള്ളിലായിട്ട് ഓഫീസിലേക്ക് പോകും. നേരത്തെ എന്ന് പറഞ്ഞാൽ 8:30 ആകുമ്പോഴേ പോകുള്ളായിരുന്നു. ഇപ്പം 8 മണിക്ക് മുന്നേ ഓഫീസിലേക്ക് പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ 7:30 ആകുമ്പോഴത്തേക്കും ജോലികളും തീരണം. ഇപ്പോൾ പിന്നെ ചോറ് കൊണ്ടുപോകാൻ തുടങ്ങാത്തത് കൊണ്ട് വലിയ തിരക്കില്ല. ഇനിയിപ്പം ചോറും കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഒരു 7:30-ക്കുള്ളിൽ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കാകും. അങ്ങനെ ദിനു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ദിനു പോയി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാനൊന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അമ്മയോട് ഞാൻ എണീറ്റ് ബ്രഷൊക്കെ ചെയ്യാനും പറഞ്ഞ് നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എണീറ്റ് ബ്രഷ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദോശ, കുഞ്ഞു ദോശ, തട്ടുദോശ പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആയതിനു ശേഷം എനിക്ക് ഇങ്ങനത്തെ ദോശ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ദോശയ്ക്ക് ചമ്മന്തി നിർബന്ധമാണ്. ചമ്മന്തി എന്ന് പറയുമ്പോൾ നമ്മൾ തട്ടുകടയിൽ കിട്ടുന്ന ചുമന്ന ചമ്മന്തി ഇല്ലേ, നല്ല ലൂസായിട്ടുള്ള ആ ഒരു ചമ്മന്തി തന്നെ വേണം. സാമ്പാറൊന്നും എനിക്ക് ഒട്ടും പറ്റത്തില്ല കേട്ടോ. അതിൻ്റെ സ്മെല്ല് പോലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഇവർക്കൊക്കെ വേണ്ടിയിട്ട് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അത് എടുക്കുകയും ചൂടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യും. അമ്മയാണ് സാമ്പാർ ഇപ്പോൾ വെക്കാറ്, ഞാൻ വെക്കാറേ ഇല്ല. അപ്പോൾ അതങ്ങനെ ദോശയൊക്കെ ചുട്ടെടുക്കുകയാണ്. എനിക്കും അമ്മയ്ക്കുള്ള ദോശയെല്ലാം ചുട്ട് മാറ്റിയതിന് ശേഷം പാത്തൂന് നെയ് റോസ്റ്റ് മതി എന്ന് പറഞ്ഞിട്ട് അവൾക്ക് നല്ല നെയ് റോസ്റ്റ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള നെയ്യ് തന്നെയാണ് അവൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അമ്മ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്താണ്. അങ്ങനെ പാത്തുവിൻ്റെ നെയ് റോസ്റ്റും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് പാത്തുവും പോയി ബ്രഷൊക്കെ ചെയ്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നിച്ചിരുന്ന് അങ്ങ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോഴത്തേക്കും അവൾ കഴിക്കാനായിട്ട് വന്നിരുന്നു. ചൂടോടെ കഴിക്കാൻ പറഞ്ഞപ്പം ചമ്മന്തിയും സാമ്പാറും ദോശയൊക്കെ കൂടെ അവളിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അമ്മ ബ്രഷ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും എല്ലാം ഒന്നും കഴിക്കാനായിട്ട് തോന്നാറില്ല. ചില സാധനങ്ങൾ കഴിക്കും. ചില ദിവസം പഴയങ്ങഞ്ഞി പോലെ കുറച്ച് തൈരൊക്കെ ഇട്ട് മുളകൊക്കെ ഉടച്ച് അങ്ങനെയൊക്കെ കഴിക്കാനാണ്, അച്ചാറൊക്കെ ഇട്ട് കഴിക്കാനാണ് കേട്ടോ എനിക്ക് ഇഷ്ടം. ഓരോ ദിവസം ഓരോ രീതിയാണ്. അപ്പം ഞാൻ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നത് ദോശയിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കുതിർത്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ കുതിർന്നിരിക്കുന്ന ആ ദോശ കഴിക്കുമ്പോഴാണ്
എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അപ്പോൾ അങ്ങനെ ഞാൻ എനിക്കുള്ള ദോശയൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചു. അപ്പോഴേക്കും അമ്മ ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നു. അപ്പം ദോശ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്നിട്ട് ദോശയൊക്കെ കഴിക്കുവാണ്. പാത്തു എന്തൊക്കെയോ ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട്. അമ്മൂമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ആൾക്ക് ഇത്തിരി ഒരു വിഷമമുണ്ട് കേട്ടോ. കാരണം അമ്മൂമ്മ രാവിലെ എല്ലാവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ പുറകെ നടന്ന് ചെയ്യിക്കുന്നതല്ലേ. പിന്നെ അമ്മൂമ്മയ്ക്ക് തീരെ വയ്യാത്തപ്പോൾ അവൾക്കൊരു ചെറിയ സങ്കടമുണ്ട്. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞ് കിച്ചണെല്ലാം പാത്രങ്ങളുണ്ടായിരുന്നൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് ഞാൻ ഇന്ന് കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്കും തീരെ വയ്യ, പിന്നെ അമ്മയ്ക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ട് ഞാൻ എഴുന്നേറ്റങ്ങ് ചെയ്യുവാണ് കേട്ടോ. കാരണം നല്ല ക്ഷീണവും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നല്ല ബാക്ക് പെയിനും വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ കുറച്ച് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം പോയി കിടക്കും കേട്ടോ. പിന്നെ വീഡിയോക്കകത്ത് ഞാൻ അതെല്ലാം കാണിക്കാത്തതാണ്. കുറച്ചായിട്ട് ചെയ്യും, അത് കഴിഞ്ഞ് പിന്നെയും പോയി ഞാനൊന്ന് കിടക്കും, അത് കഴിഞ്ഞ് പിന്നെയും വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കഞ്ഞി വെക്കാനായിട്ട് കുക്കറിൽ കഞ്ഞിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് ജഗ്ഗിലാക്കി കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടെ കുടിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വെള്ളം കുടിക്കാൻ ഇപ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ. വെള്ളം കുടിക്കുന്നത് നല്ല കുറവാണ്. എനിക്ക് തന്നെ അറിയാം വെള്ളം കുടിക്കണം നമ്മളെന്തായാലും, പക്ഷേ ഞാൻ വെള്ളം കുടിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ നാരങ്ങ വെള്ളമൊക്കെ ആയിട്ട് എടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ അത് വോമിറ്റ് ചെയ്ത് പോകും. അപ്പോൾ പറ്റുമ്പോഴൊക്കെ കുറച്ചെടുത്ത് കുടിക്കും. പിന്നെ തലേന്ന് രാത്രിയിൽ സിനിമ കാണണമെന്നും പറഞ്ഞ് പാത്ത് വഴക്കുണ്ടാക്കി സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബെഡാക്കി ഇട്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് തിരിച്ച് അതിനകത്തേക്ക് എടുത്ത് വെക്കുമായിരുന്നു. അപ്പോൾ എന്നെ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നതാണ് അവൾ. എനിക്ക് തന്നെ അത് താഴേക്ക് താത്തിയപ്പോഴത്തേക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അവൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നതായിരുന്നു. അതിനുശേഷം എല്ലാം ഒന്ന് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പഴയ പോലെ ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് തന്നെ സങ്കടം തോന്നും ചില സമയത്ത്. കാരണം എല്ലാം ആകെ അലങ്കോലപ്പെട്ടൊക്കെ കിടക്കുന്ന പോലെ തോന്നും. കാരണം നമ്മൾ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടല്ലോ, അതൊരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ എന്നാലും പതുക്കെ എല്ലാം റെഡിയാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കുകയാണ്. സാധാരണ ഇങ്ങനെ അതിന് ശേഷം ദിനുവാണ് കേട്ടോ മാറ്റി വിരിച്ച് തരാറ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ വിരിക്കാനിപ്പോൾ ദിനുവിന് ഒട്ടും സമയമില്ല. ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഒരു 7:45 8 മണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് രാത്രി 9:30 ആ ഒരു ടൈമാവും. അപ്പോഴേക്കും ആൾ നല്ല ടയേർഡായിട്ടാണ് വരുന്നത്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഷീറ്റൊക്കെ ഒന്ന് മാറ്റി പതുക്കെ ഓരോന്ന് ചെയ്യാമെന്ന്. അങ്ങനെ ഷീറ്റൊക്കെ മാറ്റി വിരിച്ചു. അങ്ങനെ ഒരു റൂമിലെ ക്ലീനിങ് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത റൂമിലേക്ക് പോയി ആ റൂമും ഒന്ന് ക്ലീനാക്കി അമ്മ എണീപ്പിച്ച് വിട്ടു കേട്ടോ. അമ്മയുടെ അമ്മനെ കുറച്ച് നേരം പോയി അവിടെ ഇരിക്കും, ഞാൻ ഷീറ്റൊന്ന് മാറ്റി ഇരിക്കട്ടെ. കാരണം ആ കൂട്ടത്തിലാകുമ്പോൾ അതും കൂടെ അങ്ങ് കഴിയും. കുറച്ച് കഴിഞ്ഞിട്ടാട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പിറ്റേ ദിവസമോ അതിൻ്റെ പിറ്റേ ദിവസമോ ആട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നീണ്ടു പോവും. അങ്ങനെ റൂമും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളും അങ്ങനെ എല്ലാം കിച്ചണും ഒക്കെ ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പോഴേക്കും കഞ്ഞി കുക്കറിൽ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം നമ്മുടെ ക്ലീനിങ്ങിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം അധികം ഇങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യാറില്ല. പക്ഷേങ്കിൽ എന്തായാലും ചെയ്യുമല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് പോവുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പോയി ഞാനൊന്ന് ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വിശക്കാനായിട്ട് തുടങ്ങും. ആ സമയത്ത് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഇരിക്കുന്നത് കഴിക്കാറാണ് പതിവ്. ഇന്നിപ്പം മാംഗോ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു മാങ്ങാപ്പഴം കട്ട് ചെയ്ത് കഴിക്കാമെന്ന്. പ്രത്യേകിച്ച് പ്രഗ്നൻസി സമയത്ത് നമ്മളതൊക്കെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കഴിക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ കിവി കഴിക്കും. കിവി ഏറ്റവും നല്ലതാണ് ഈ ഒരു ടൈമിൽ കഴിക്കാനായിട്ട്. പിന്നെ ആപ്പിള്, പിന്നെ പേരയ്ക്ക ഇതെല്ലാം കഴിക്കാം. നെല്ലിക്ക കഴിക്കാൻ പറ്റുന്നവർക്ക് നെല്ലിക്ക കഴിക്കാം. പിന്നെ നമുക്ക് ചില സമയത്ത് ചില ഫ്രൂട്ട്സിനോട് ഇഷ്ടക്കേട് തോന്നും, ഇഷ്ടം തോന്നും. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സീസണൽ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഞാൻ മാമ്പഴം എല്ലാം കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം കാലൊക്കെ നീട്ടി വെച്ചിട്ട് എനിക്ക് നല്ലോണം നടുവ് വേദനിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കാലൊക്കെ നീട്ടി വെച്ചിട്ട് TV ഒക്കെ വെച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പാത്തൂനുള്ളതും മാങ്ങാപ്പഴം കട്ട് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവളവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ബ്രെഡും ന്യൂട്രലയും വേണമെന്നും പറഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അവൾക്ക് കഴിക്കാനായിട്ട് ബ്രെഡും ന്യൂട്രലയും കൂടെ ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ കിടക്കുവാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് തീരെ വയ്യ, അതുകൊണ്ടാണ് അമ്മ ഞാൻ വീഡിയോക്കകത്ത് കാണിക്കാത്തത് തന്നെ. അപ്പോൾ കുറഞ്ഞില്ലെങ്കിൽ വൈകിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത് കണ്ടില്ലേ കഞ്ഞി തുറന്ന് നോക്കിയപ്പോഴത്തേക്കും കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ കഞ്ഞിക്ക് ചമ്മന്തി അരച്ച് മുതിരയും കൂടി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ചമ്മന്തി ഒന്നും അരച്ചില്ല കേട്ടോ വയ്യാത്തതുകൊണ്ട്. അങ്ങനെ മുതിര ഞാൻ കുക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അതേ കുക്കറിൽ നിന്ന് കഞ്ഞി മാറ്റി അത് കഴുകിയെടുത്തതിന് ശേഷം ഞാൻ അതിൽ തന്നെ ഒന്ന് മുതിര വേവിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിൽ അടച്ചങ്ങ് വെക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ മുതിര ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിർന്ന് വരാനായിട്ട് കേട്ടോ. അത്യാവശ്യം നല്ലോണം സമയം വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ അത് എളുപ്പം വെന്ത് കിട്ടും. പിന്നെ അതുപോലെ നല്ലോണം വെന്താലാണ് എനിക്കത് ഇഷ്ടം കേട്ടോ. പിന്നെ വെന്ത് കുഴഞ്ഞ് വരുന്നൊരു പരുവമുണ്ടല്ലോ അതുപോലെ ആവുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ ഞാനത് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു
ഈ കുക്കറിലൊരു 5-6 വിസിലൊക്കെ ഞാൻ അടുപ്പിക്കും. അപ്പോഴേക്കും അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. അങ്ങനെ ഇതാ മുതിരയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം കൂടെ ഉണ്ട്. അത് ഞാൻ അതിൽ തന്നെ വെച്ചേക്കുവാണ്. ഇതും കൂടി ഇട്ട് വേണം നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ വെള്ളത്തോടു കൂടി തന്നെ അതവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം മുതിര റെഡിയാക്കാനായിട്ട് പോവാണ്. പുഴുക്കെന്നോ അല്ലെങ്കിൽ മുതിര എന്താ പറയുക ഉലർത്തെന്നോ എന്ത് വേണമെങ്കിലും പറയാം. കുറച്ചധികം കൊച്ചുള്ളിയും അതുപോലെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും വരാതിരിക്കാനാണ് കേട്ടോ ഞാൻ വെളുത്തുള്ളി ഏറെ എടുത്തത്. ഒരു 15 കൊച്ചുള്ളിയും അതുപോലെ ഒരു 8-9 വെളുത്തുള്ളിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഇടയ്ക്ക് ഞാൻ 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടി അതൊക്കെ വഴണ്ട് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം ചില്ലി പൗഡർ, ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ ഇട്ടത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മുതിര ഉണ്ടാക്കുന്ന സമയത്ത് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം കേട്ടോ. അപ്പോഴാണ് അത് കൂടുതൽ നമുക്ക് ടേസ്റ്റായിട്ട് കിട്ടുക. പിന്നെ മുളക് പൊടിക്ക് പകരമായിട്ട് ചതച്ച മുളക് ഇടുവാണെങ്കിൽ അതും നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ ചതയ്ക്കാനായിട്ടൊക്കെ കുറച്ച് സമയം എടുക്കുമല്ലോ. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാറില്ല. മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഞാൻ എല്ലാം മെനക്കെട്ട് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇട്ടത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് മുതിരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പൊടികളുടെ ഒരു പച്ച മണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും മുതിരയും അതിലെ വെള്ളവും കൂടെ അതേപടി തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നിടം വരെ ഇതൊന്ന് ഞാൻ തുറന്ന് തന്നെ ഒന്ന് വേവിക്കുകയാണ് കേട്ടോ. കാരണം ഓൾറെഡി മുതിര വെന്തിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുറന്ന് തന്നെ ഒന്ന് വേവിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അത് എന്താ പറയുക, ഇത് മാത്രം മതി നമുക്ക് ചോറിനാണെങ്കിലും കഞ്ഞിക്കാണെങ്കിലും കൂട്ടാനായിട്ട് കഴിക്കാനായിട്ട്. അപ്പം പ്രത്യേകിച്ച് ഈ ഒരു പ്രഗ്നൻസി സമയത്തും നല്ലതാണ് മുതിര, ചെറുപയർ ഇതൊക്കെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മുളപ്പിച്ച് വേണമെങ്കിലും കഴിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കഴിക്കാം. ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ ഒന്നെങ്കിലും ഇതൊക്കെ നമ്മൾ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ മുതിരയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചൊരു കുഴഞ്ഞ പരുവം ആ ഒരു രീതിയിലാണ് കേട്ടോ എനിക്കിത് ഇഷ്ടം. അങ്ങനെ മുതിരയൊക്കെ വേവിച്ച് വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം പോയി കിടന്നായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റ് വന്നിട്ട് എല്ലാവർക്കും കഞ്ഞി കുടിക്കാൻ സമയമായപ്പോഴത്തേക്കും കഞ്ഞിയും അതുപോലെ മുതിരയും പിന്നെ നാരങ്ങ അച്ചാർ, പപ്പടം ഇത്രയും കൂട്ടിയിട്ടാണ് നമ്മൾ കഞ്ഞി കുടിക്കുന്നത്. പിന്നെ ചമ്മന്തിപ്പൊടിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ചമ്മന്തിപ്പൊടിയുണ്ട്, മാങ്ങാച്ചാറുണ്ട്. ഇതൊന്നും വേണ്ടാത്തതുകൊണ്ടാണ് എടുക്കാത്തത്. ഇനിയിപ്പോൾ കഞ്ഞി വിളമ്പി വെക്കുകയാണ് കേട്ടോ. അപ്പം പാത്തൂനാണെങ്കിലും കഞ്ഞിയാണെങ്കിലും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ കഴിച്ചോളും. അങ്ങനെ കഞ്ഞി വിളമ്പി അതിൻ്റെ കൂട്ടത്തിൽ മുതിരപ്പുഴുക്കെടുത്തു, പിന്നെ നാരങ്ങ അച്ചാർ, കൂട്ടത്തിലൊരു പപ്പടം. അപ്പോൾ ഇത് തന്നെ ധാരാളമാണ് നമുക്ക് ഉച്ചയ്ക്കത്തെ ലഞ്ചെന്ന് പറയുന്നത്. ഇടയ്ക്കൊക്കെ കഞ്ഞി നമ്മൾ അല്ലാതെ തന്നെ ഉണ്ടാക്കി കുടിക്കാറുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും കഞ്ഞി ഇഷ്ടമാണ്. അവധി ദിവസങ്ങളിലാണെങ്കിലും ചിലപ്പോൾ നമ്മൾ കഞ്ഞി ഇങ്ങനെ ആക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതും എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാനും പാത്തും കൂടെ കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അമ്മ എണീറ്റ് വന്നു. അമ്മ വേണ്ടാന്നൊക്കെ പറഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എണീറ്റ് വന്ന് ഇച്ചിരി കഞ്ഞി കുടിക്കും, അപ്പോൾ കുറച്ച് ക്ഷീണമെന്ന് കുറയുമെന്നും പറഞ്ഞിട്ട് എണീപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെ എണീറ്റ് വന്ന് അമ്മ കഞ്ഞി കുടിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാത്തുവിന് എത്ര വയസ്സായെന്ന്. പാത്തുവിന് ഈ കഴിഞ്ഞ മാർച്ചിൽ 2024 മാർച്ചിൽ അവൾക്ക് 5 വയസ്സ് പൂർത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ 5 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അവൾ UKGയിലാണ് പഠിക്കുന്നത്. പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ എനിക്ക് തന്നെ ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോഴും ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുമായിരിക്കും. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റേതായ കുറേ എന്താ പറയുക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്